JSS UDF വിടാൻ മതിയായ കാരണങ്ങളില്ലെന്ന് രാജൻ ബാബു പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണ സമിതി UDF വിടുന്നതിന് മതിയായ കാരണങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. ഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരും JSS UDFിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും ജില്ലാ കമ്മിറ്റികളും തങ്ങളോടൊപ്പമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ ജില്ലകളിലും ഭൂരിഭാഗം പ്രവർത്തകരും ഞങ്ങളോടൊപ്പമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രവർത്തന റിപ്പോർട്ടല്ല സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പുതിയ പദ്ധതികളടക്കം കോടിക്കണക്കിന് രൂപയുടെ വികസനം നടപ്പാക്കാൻ 2 വർഷത്തിനുള്ളിൽ UDF സർക്കാരിനായി. ചീഫ് വിപ്പ് PC ജോർജിന്റെ വിപ്പ് കോൺഗ്രസ് പ്രതിനിധികൾ അംഗീകരിക്കാത്തത് JSSന്റെ വികാരം മാനിച്ചാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ള സമീപനം അത് വിശ്വസിക്കാവുന്നതല്ല, അത് കൺവിൻസിംഗ് അല്ല. പാർട്ടിയിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണ്. മൂല്യച്യുതിയുടെ പേരിലാണ് ഗൗരിയമ്മ CPM വിട്ടത്. എന്നാൽ സ്ഥിതി അതിലും മോശമായിരിക്കുമ്പോഴാണ് CPMലേക്ക് തിരികെ പോകാൻ ഗൗരിയമ്മ ശ്രമിക്കുന്നത്. JSS എന്ന പേരിൽ തന്നെ തങ്ങൾ പ്രവർത്തനം തുടരും. പരാതിയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം. ഗൗരിയമ്മയെ പുറത്താക്കിയപ്പോൾ ഉള്ള CPMനേക്കാൾ കുറെ കൂടി രാഷ്ട്രീയ മൂല്യം നഷ്ടപ്പെട്ട പ്രസ്ഥാനമായി നിൽക്കുകയാണ്. അടുത്ത മാസം വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കും. മുൻ MLAയും JSS സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന KK ഷാജു, സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായിരുന്ന KT ഇതിഹാസ് എന്നിവരും രാജൻ ബാബുവിനൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ 1 ആലപ്പുഴ.